2026 അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ലഭിക്കാൻ കാത്തിരിക്കുന്ന പല കുടുംബങ്ങൾക്കും വളരെ നീണ്ട കാത്തിരിപ്പ് കാലയളവാണ് നേരിടേണ്ടി വരുന്നത്. സഹോദരങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാൻ ചിലർക്ക് 15 മുതൽ 20 വർഷം വരെ കാത്തിരിക്കേണ്ടി വരുന്നു. എന്നാൽ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ചില ചെറിയ ലൂപ്പ് ഹോൾസ് ഉണ്ടെന്നും അവ ഉപയോഗിച്ച് ഈ കാത്തിരിപ്പ് കാലയളവ് ഒഴിവാക്കി വേഗത്തിൽ ഗ്രീൻ കാർഡ് നേടാൻ ചിലർക്ക് സാധിക്കുമെന്നും ഇമിഗ്രേഷൻ നിയമ വിദഗ്ധർ പറയുന്നുണ്ട്. ഇമിഗ്രേഷൻ അഭിഭാഷകൻ ജേക്കബ് സപ്പോട്നിക്ക് തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെയാണ് ഇക്കാര്യങ്ങളിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി കുടുംബാംഗങ്ങൾ വഴിയുള്ള വിസയിൽ നിന്ന് ജോലി സാധ്യതകളുള്ള വിസകളിലേക്ക് മാറുന്നതാണ്. കുടുംബാംഗങ്ങൾ വഴി ഗ്രീൻ കാർഡിന് കാത്തിരിക്കുന്ന പലർക്കും നല്ല ജോലികളോ ബിസിനസ്സുകളോ വിദ്യാഭ്യാസ യോഗ്യതകളോ ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് EB-1 അല്ലെങ്കിൽ EB-2 വിസകൾക്ക് അപേക്ഷിക്കാം. ഇവ പ്രത്യേക കഴിവുകളുള്ള തൊഴിലാളികൾക്കുള്ള വിസകളാണ്. ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരാൾക്ക് തന്റെ സഹോദരൻ വഴി അമേരിക്കയിലേക്ക് വരാൻ 7 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഈ സമയത്തിനുള്ളിൽ അദ്ദേഹം ഒരു വിജയകരമായ ബിസിനസ് കെട്ടിപ്പടുത്തു. ഇതുപയോഗിച്ച് അദ്ദേഹം EB-1 വിസയിലേക്ക് മാറി. സാധാരണയായി 10 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഗ്രീൻ കാർഡ് ലഭിക്കും. കുടുംബാംഗങ്ങൾ വഴിയുള്ള വിസ അപേക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെ ജോലി വിസയ്ക്ക് അപേക്ഷിക്കാൻ നിയമപരമായി സാധിക്കും. ഡിസംബർ 2025 ഗോൾഡ് കാർഡ് എന്ന പേരിൽ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഗ്രീൻ കാർഡ് നേടാനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗമാണിത്. ഇതിനായി ഒരാൾക്ക് $1 മില്യൺ കൈവശം ഉണ്ടായിരിക്കണം. ഇത്രയും പണമുണ്ടെങ്കിൽ ഏകദേശം 1 വർഷത്തിനുള്ളിലോ അതിൽ താഴെയോ ഗ്രീൻ കാർഡ് നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. നിലവിൽ 75 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലേക്ക് വരാൻ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ഇമിഗ്രേഷൻ നടപടികൾ വൈകിപ്പിക്കുന്നു. എന്നാൽ ഇതിൽ ചില ഇളവുകളുമുണ്ട്. ആർക്കെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലോ വളരെ കഴിവുള്ള ഒരു സംരംഭകനാണെങ്കിലോ അവർക്ക് നാഷണൽ ഇൻട്രസ്റ്റ് എക്സെപ്ഷൻ എന്ന വിഭാഗത്തിൽ അപേക്ഷിക്കാം. ഇത് വഴി യാത്രാവിലക്ക് നിലവിലിരിക്കെ തന്നെ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഈ യാത്രാവിലക്ക് കാരണം പലർക്കും വരാൻ സാധിക്കാത്തത് കൊണ്ട് ഫ്രാൻസ്, ജർമ്മനി, ഇസ്രായേൽ തുടങ്ങിയ വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയുന്നുണ്ട്. ഗ്രീൻ കാർഡിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാൾ അമേരിക്കൻ പൗരനെ വിവാഹം കഴിച്ചാൽ അവർക്ക് കാത്തിരിപ്പ് കാലയളവ് ഒഴിവാക്കി ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് ഗ്രീൻ കാർഡ് വേഗത്തിൽ ലഭിക്കാനുള്ള വളരെ സാധാരണമായ ഒരു മാർഗമാണ്. മുമ്പ് ഗ്രീൻ കാർഡ് ലഭിക്കാൻ എളുപ്പവഴിയായിരുന്ന ഗ്രീൻ കാർഡ് ലോട്ടറി നിലവിൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനകം താൽക്കാലിക ഗ്രീൻ കാർഡ് ലഭിച്ചവർക്ക് സ്ഥിരം ഗ്രീൻ കാർഡിനായുള്ള നടപടികൾ വേഗത്തിലാക്കാൻ യോഗ്യത നേടുന്ന ഉടൻ തന്നെ അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 2026 അമേരിക്കയിലേക്ക് ഏറ്റവും വേഗത്തിലെത്താൻ സാധിക്കുന്നത് സമ്പന്നർക്കും പ്രത്യേക കഴിവുകളുള്ളവർക്കും അല്ലെങ്കിൽ ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളവർക്കുമായിരിക്കും. അമേരിക്കൻ ഗ്രീൻ കാർഡ് നടപടിക്രമങ്ങൾ 2026 കൂടുതൽ സങ്കീർണവും എന്നാൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ വേഗത്തിലാക്കാൻ സാധിക്കുന്നതുമാണ്. പരമ്പരാഗതമായ കുടുംബ വിസ രീതികൾ വലിയ കാലതാമസം നേരിടുമ്പോൾ അപേക്ഷകർ തങ്ങളുടെ യോഗ്യതകളും സാമ്പത്തിക സാഹചര്യങ്ങളും മുൻനിർത്തി ബദൽ മാർഗങ്ങൾ തേടേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്.